അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് IS കോഡ് പ്രകാരമുള്ള ഇലക്ട്രോണിന്റെ കോഡുകളെ കുറിച്ചായിരുന്നു. ഇന്ന് നമുക്ക് AWS കോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു ഇലക്ട്രോണിന്റെ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഡ് കാണുമ്പോൾ തന്നെ ഇതിന്റെ സകലമായ ഡീറ്റെയിൽസും A to Z ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് പഠിച്ചു? IS കോഡ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചു. ഇനി നമ്മൾ AWS പ്രകാരം പഠിക്കുകയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പൊ സപ്പോസ് ഈ 7018 എന്ന് പറയുന്ന ഒരു കോഡ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോഡ് അല്ലെ? ഒരു സ്റ്റിക്ക് ഇലക്ട്രോഡിനെ മീൻ ചെയ്യുന്നു. നേരത്തെ ഓരോ ലെറ്ററിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായെങ്കിൽ ഇവിടെ എന്താണ്? 70 എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് പറയാണ് 70. ഈ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AWS പ്രകാരം മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മിനിമം ടെൻസൈൽ സ്ട്രെങ്ത്, മിനിമം ടെൻസൈൽ സ്ട്രെങ്ത്. കാരണം ഇതിന്റെ ഓപ്ഷൻസ് വരുന്ന സമയത്ത് മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് വരും, മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് വരും. ഇത് തമ്മിലാണ് നമുക്ക് എന്ത് വരിക? കൺഫ്യൂഷൻ കയറി വരിക. ഓർത്തിരിക്കുക, 70 എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പൊ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70,000 PSI ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ക്ലിയർ? ഇനി 1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽഡിംഗ് പൊസിഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പൊ ലാസ്റ്റത്തെ ഇപ്പൊ ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നു ടൈപ്പ് ഓഫ് ഫ്ലെക്സ് കോട്ടിംഗ് എന്താണെന്ന് പറയുന്നു. ക്ലിയർ? ക്ലിയർ? അപ്പൊ ഈ 7018 എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കയറി വരാനില്ല അല്ലെ? ഓരോ ലെറ്റർ അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, 70 എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് ആണ്. ഒരു സ്റ്റിക്ക് ഇലക്ട്രോണിനെ നോർമലി ഡിഫൈൻ ചെയ്യുന്നു. 1 and 2 അല്ലെ? 1ഉം 2ഉം സെക്കൻഡ് ഡിജിറ്റുകൾ ഒരുമിച്ചാണ് ടെൻസൈൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത്? മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ക്ലിയർ? തേർഡ് ഡിജിറ്റ് വെൽഡിംഗ് പൊസിഷൻ ആണ്. ഫോർത്ത് ഡിജിറ്റ് ഫ്ലെക്സ് കോട്ടിംഗ് ടൈപ്പ്, കറന്റ് ആൻഡ് പൊളാരിറ്റിയെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വെൽഡിംഗ് പൊസിഷൻസ് 1, 2, 3 എന്ന് പറയുന്ന ലെറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുക. എന്താ അവിടെ മീൻ ചെയ്യുന്നത്? എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? ഇവിടെ ഈ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ? സി, ഇത് നമ്മുടെ എക്സാമ്പിൾ ഈ 701. അപ്പൊ ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൽഡിംഗ് പൊസിഷൻ ആണ്. അപ്പൊ 1 ആവാം, 2 ആവാം, 3 ആവാം. ക്ലിയർ? 1, 2 or 3 അതാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ സിസ്റ്റം AWS ആയി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലെ? 1, 2, 3. 1 എന്ന് പറഞ്ഞാൽ ഓൾ പൊസിഷൻ ആണ്. 2 എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ പൊസിഷൻസ് ഓൺലി. 3 എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആൻഡ് ഡൗൺ ഹാൻഡ് പൊസിഷൻസ്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കയറി വരാറ് കൂടുതലായിട്ടും ഈ ഇപ്പം ഒരു E എന്ന് പറഞ്ഞിട്ട് ലെറ്റർ തരും. ഓരോ ലെറ്ററിന് എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരാനുള്ള പ്രോബബിലിറ്റി ഒരു 90% ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് 1, 2, 3 ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്ന ഒരു കടുകട്ടി മോഡലിലേക്ക് ക്വസ്റ്റ്യൻസ് മാറും. ഓക്കെ, ക്ലിയർ? കാരണം ഡിജിറ്റ് ഒരുപാടുണ്ട്, അതിനനുസരിച്ച് ഓരോന്ന് പഠിക്കാന്ന് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും AWS പ്രകാരം എത്ര ലെറ്റർ ഉണ്ട് അത് ഓരോന്ന് എന്താണ് മീൻ ചെയ്യുന്നത് കൃത്യമായി തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? 0 to 9 വരെ വേരി ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തേതും ലാസ്റ്റത്തേതും മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. കാരണം ഒരു അൺകോമൺ കോട്ടിംഗ് ടൈപ്പ് അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ സിലബസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. കാരണം എല്ലാം പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറിയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് BS കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. BS കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ISO 2560 ഇക്വലന്റ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, BS 639 1976 എന്ന് പറയുന്നത് ഇക്വലന്റ് ടു ISO 2560 ആണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ E എന്ന് പറയുന്നത് കവേർഡ് മാനുവൽ മെറ്റൽ ആർക്ക് ഇലക്ട്രോഡിനെയാണ്. AWS സിസ്റ്റം പ്രകാരം തന്നെ അല്ലെങ്കിൽ അത് സിമിലർ ആയിട്ട് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് കൂടുതലുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ E എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോഡ് ആണ്. ഇവിടെ കവേർഡ് ഇലക്ട്രോഡ് ആണ് എന്ന് പറയുന്നുണ്ട്. കാരണം മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനാണ് ഈ ഒരു BS കോഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 51 എന്ന് പറയുന്നത് സ്ട്രെങ്ത് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നു. അവിടെ എന്താണ്? മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. നമ്മൾ നേരത്തെ ISO പഠിച്ച പോലെ തന്നെ സിസ്റ്റം ആണിത്. അപ്പൊ 51 എന്ന് പറയുന്നത് സ്ട്രെങ്ത് പറയുന്നു. മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 430 തൊട്ട് 550 വരെയാണ്. ഓക്കെ, 550 വരെയാണ്. അപ്പൊ 51 ഉണ്ട്, 51 ഉണ്ട്, ഒരു ലെറ്റർ കൂടി ഉണ്ട്, 43 ഉണ്ട്. ഓക്കെ, 51 and 43. ക്ലിയർ? 51 or 43.
അവിടെ നമ്മൾ എന്താണ് പഠിച്ചത്? 4ഉം 5ഉം എന്ന് പഠിച്ച് അതിന് പകരം 51ഉം 43 ആയി എന്ന് മാത്രം. മൂന്നാമത്തത് 33 എന്ന് പറഞ്ഞിട്ട് കാണാം. 33. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഡിജിറ്റ്, മൂന്നാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ആണ്, ഇതും കോമ്പിനേഷൻ ആണ്. ഇലോങ്ങേഷൻ ആൻഡ് ഇമ്പാക്ട് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, പെർസെന്റേജ് ഇലോങ്ങേഷനും ഇമ്പാക്ട് പ്രോപ്പർട്ടീസും പറയുന്നു. ഇനി ബി എന്ന് പറയുന്നത് കവറിംഗ് ടൈപ്പ് ആണ്, ബേസിക് കോട്ടിംഗ് ടൈപ്പ്. അത് കുറെ ടൈപ്പ് ഉണ്ട് അല്ലെ. 160 എന്ന് പറയുന്നത് ഇലക്ട്രോഡ് എഫിഷ്യൻസി ആണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ഈ അയൺ പൗഡർ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് റിക്കവറി എന്ന് പറയുന്നത് നിയറസ്റ്റ് ഒരു എന്താ പറയാ, ഒരു 100 മേലോട്ട് വരും. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഇലക്ട്രോഡ് എഫിഷ്യൻസി ഇവിടെ പറയുന്നത് പെർസെന്റേജ്, അതായത് നിയറസ്റ്റ് ടു 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 160 എന്നായിരിക്കും നേരെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, 160 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് എഫിഷ്യൻസി ആണെന്ന് മീൻ ചെയ്യാം. 120 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് എഫിഷ്യൻസി ആയിരിക്കും. അപ്പം 120, 160, 170, അപ്പൊ നിയറസ്റ്റ് ടു 10% നിയറസ്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ ഓർത്തിരിക്കുക. ലാസ്റ്റ് 2 എന്ന് പറയുന്നത് വെൽഡിംഗ് പൊസിഷൻ ആണ്. 0 എന്ന് പറയുന്നത് അല്ലെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ടൈപ്പ് ആണ്. ലാസ്റ്റ് H ഹൈഡ്രജൻ കൺട്രോൾ ഇലക്ട്രോഡ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? ഇങ്ങനത്തെ ഒരു കോഡ് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ എങ്ങനെ എഴുതുണ്ടാവുക? E51 33 B160 20H ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് എന്ത് കോഡാണ്? എന്ത് കോഡാണ്? ഏത് കോഡായിരിക്കും? BS കോഡാണ് അല്ലെ. BS കോഡാണ്. കാരണം ഒരു കുറച്ച് ലെറ്റേഴ്സോട് കൂടുതലാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓരോന്ന് എന്താണെന്ന് മാത്രം ഓർത്തിരിക്കും. ഇനി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, കുറച്ച് ഇച്ചിരി മുകളിലേക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഈ 43 എന്ന് പറയുന്നത് അവിടുത്തെ ടെൻസൈൽ സ്ട്രെങ്ത് 43 to 50, ഇവിടുത്തെ മിനിമം യീൽഡ് സ്ട്രെങ്ത് 330 ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ISO പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ നമ്മൾ 4ഉം 5ഉം ആയി മാത്രം മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 510, 650, 360. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, കാരണം നമുക്ക് പഠിക്കാൻ വലിയ ഡിഫിക്കൽറ്റി ഇല്ലാത്ത ഏരിയ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം 20, 18, 22, 12 ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് കയറി വരുന്നതായിട്ട് കാണാറില്ല. ഓക്കെ ഓക്കെ, നമുക്ക് എല്ലാം പഠിച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോവാം. കാരണം ഇതൊരു കോമ്പിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 BS പകരം 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ് ഇലോങ്ങേഷനും ഈ ഡിജിറ്റ് ഇമ്പാക്ട് വരും. ഇലോങ്ങേഷൻ ആൻഡ് ഇമ്പാക്ട്, ആ ഓർഡർ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇലോങ്ങേഷൻ ആൻഡ് ഇമ്പാക്ട്. ഓക്കെ, ഇനി കവറിംഗ് ടൈപ്പ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. AR, B, C, O, R, RR, S. നോർമലി നമ്മൾ പഠിച്ച പോലെ തന്നെ ഓരോന്ന് എന്ത് മീൻ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മാത്രം പോവാം. ഓക്കെ, ക്ലിയർ? ഇനി ഇലക്ട്രോഡിന്റെ എഫിഷ്യൻസി എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജ് ആയിരിക്കും. ഇപ്പൊ 160 എന്ന് പറയുന്ന ലെറ്റർ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ ചെയ്യുന്നത് ഇവിടുത്തെ ഇലക്ട്രോഡ് എഫിഷ്യൻസി ആണ് എന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം വെൽഡഡ് ഡിപ്പോസിറ്ററി മെത്തേഡ് വെയിറ്റ് ഓഫ് ഫോർവേഡ് 100 ആണ് നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഇക്വേഷൻ ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. H എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ കൺട്രോൾ ഇലക്ട്രോഡിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഇലക്ട്രോഡിനെ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഡ്രൈ ആയിട്ട് ബേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 110 തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒരു 1 അവറിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യുക എന്നും കൂടെ നോർമലി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വെൽഡിംഗ് പൊസിഷൻസ് ഒരുപാടുണ്ട്. 1, 2, 3, 4, 5, 6. 1 എന്ന് പറഞ്ഞാൽ ഓൾ പൊസിഷൻസ് ആണ്. 2 എന്ന് പറഞ്ഞാൽ ഓൾ എക്സെപ്റ്റ് വെർട്ടിക്കൽ ഡൗൺ ആണ്. 3 എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫില്ലറ്റ് വെൽഡ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആണ്. 4 എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഓൺലി ആണ്. ഇതും ഞാൻ പറയുന്നു, ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ കുറിച്ച് പഠിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, 1 or 2. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയേണ്ട സമയം ഒരുപാടാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം എന്ന രീതിയിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ നിർബന്ധമായിട്ടും IS കോഡുകൾ, അത് നമ്മൾ പഠിച്ചില്ലേ, ആ കോഡ് കൃത്യമായി തന്നെ പഠിക്കാം. രണ്ടാമത് നമ്മൾ പഠിച്ച ഈ പറഞ്ഞ AWSഉം ഈ BSഉം ഇതിന്റെ സീക്വൻസുകൾ കൃത്യമായി തന്നെ പഠിക്കുക. ഓക്കെ, അതിൽ പ്രത്യേകിച്ചൊരു ഡിഫിക്കൽട്ടി വരുന്നത്. ഇപ്പൊ 33 എന്ന് പറഞ്ഞാൽ എന്താണ്, 160 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അത് കൃത്യമായി തന്നെ പഠിച്ചു വെച്ചാൽ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് വന്നിട്ടുള്ളൂ, മനസ്സിലായി. ഓക്കെ, ക്ലിയർ? ഞാൻ ജസ്റ്റ് ഒരു എക്സാം ഇന്റർപ്രിട്ടേഷൻ വെച്ചിട്ടുണ്ട്. ഈ 51 33B 160 20H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവേർഡ് MMA ഇലക്ട്രോഡ് ആണ്. 51 എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, അത് എത്രയാണ്?
33 എന്ന് പറഞ്ഞാൽ 25% ഇലോങ്ങേഷൻ, 47 ജൂൾ ഇമ്പാക്ട് ആണ്. ബി എന്ന് പറഞ്ഞാൽ ബേസിക് കോട്ടിംഗ് ആണ്. 160 എന്ന് പറഞ്ഞാൽ 160% എഫിഷ്യൻസി ആണ്. 2 എന്ന് പറഞ്ഞാൽ ഓൾ പൊസിഷൻ എക്സെപ്റ്റ് വെർട്ടിക്കൽ ഡൗൺ ആണ്. 0 എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് റെക്കമെൻഡഡ് പൊളാരിറ്റി ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കൺട്രോൾ ഇലക്ട്രോഡ് ആണ്. ഇത് നിങ്ങളോട് പഠിക്കാൻ പറയാൻ കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഈ കോഡാണ്, E51 33B 160 20H. ക്ലിയർ? അതുകൊണ്ട് ഇത് നേരെ വന്നിട്ട് ഈ 160 എന്താണ്, 2 എന്താണ്, 0 എന്താണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റരുത്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ പൊസിഷൻസ് എക്സെപ്റ്റ് വെർട്ടിക്കൽ ഡൗൺ. 1 to 9 നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക, നിർബന്ധമായിട്ടും ഇത് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? നിർബന്ധമായിട്ടും ഈ പറയുന്ന എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കുക. ബാക്കി എന്ന് പറയുന്നത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാൻ ഉറപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഓക്കെ ഓക്കെ ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ഇത്രയും കാര്യം റിവൈസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? നെക്സ്റ്റ്, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറേജ്? സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോഡ്സ് അൺഓപ്പൺ ആയിട്ട് വെക്കരുത്, ഡ്രൈ സ്റ്റോറിൽ മാത്രമേ കൃത്യമായിട്ട് എന്താ പറയുക പാക്കറ്റ്സ് ആക്കി ഡ്രൈ സ്റ്റോറിൽ മാത്രം എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഫ്ലോറിലേക്ക് നേരെ വെക്കരുത്, കാരണം അവിടുത്തെ മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എയർ സർക്കുലേഷൻ കൃത്യമായിട്ട് വേണം. പിന്നെ ഈ വെറ്റ് സർഫേസ് ഉള്ള കോണ്ടാക്ട് ഒഴിവാവണം. എപ്പോഴും പുറമേ ഉള്ള ടെമ്പറേച്ചറിനെക്കാട്ടും 5 ഡിഗ്രി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം, കാരണം കണ്ടൻസേഷൻ പ്രോബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇപ്പം ഒരു നോൺ ഐഡിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസുകൾ നമുക്ക് മോയ്സ്ചർ അബ്സോർബൻ മെറ്റീരിയൽ ഉള്ള സിലിക്ക ജെല്ല് പോലെയുള്ളത് സ്റ്റോറേജ് ബോക്സിനുള്ളിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് പരമാവധി. കാരണം ഈ ഹൈഡ്രജന്റെ കടന്നുവാരി ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു ടെമ്പറേച്ചർ ഓർത്തിരുന്നു, 110 തൊട്ട് 110 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 അവർ എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബേക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ വാല്യൂല് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കേട്ടോ. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ബിഫോർ ദാറ്റ് മോയ്സ്ചർ പിക്കപ്പ് ചെയ്ത് എന്തൊക്കെ സംഭവിക്കുക, മോയ്സ്ചർ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഇതിലുള്ള കംപ്ലീറ്റ് മോയ്സ്ചർ പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പോറോസിറ്റി ഉണ്ടാവാം, ക്രാക്കിംഗ് ഉണ്ടാവാം. ഇനിയിപ്പോ ഇങ്ങനെ ഒരു സംഭവം മോയ്സ്ചർ വന്നിട്ടുണ്ടോ, അതുകൊണ്ടാണോ ഈ പ്രശ്നം, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, അതും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അല്ലെ? അതായത് ഈ ഹൈഡ്രജൻ ഇൻ ദി ബെൽറ്റ് കയറി വന്നു കഴിഞ്ഞാൽ മോയ്സ്ചർ ഇൻട്രോഡ്യൂസിങ് ഹൈഡ്രജൻ ഇൻ ദി ബെൽറ്റ്, അപ്പൊ അത് എന്തിനേക്ക് ലീഡ് ചെയ്യും, പോറോസിറ്റി, ക്രാക്കിംഗ്. അപ്പൊ ഇത് വന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, വന്നിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ കുറച്ച് ഇൻഡിക്കേഷൻസ് കാണിക്കും. വൈറ്റ് പൗഡേർഡ് ലെയർ ഓൺ കവറിംഗ്, സ്വെല്ലിംഗ് ഉണ്ടാവാം, കവറിംഗിൽ ഡിസിന്റഗ്രേഷൻ, അതായത് ഈ ഇലക്ട്രോഡ് കറക്റ്റ് ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല, ഫ്ലക്സ് ഒക്കെ അങ്ങോട്ട് പോവാണ്. എക്സസീവ് സ്പാറ്റർ, വെൽഡ് ഉണ്ടാവുന്ന സമയത്ത്, വെൽഡ് ചെയ്യുന്ന സമയത്ത് സ്പാറ്റർ കൂടുതലായിട്ട് വരുന്നു, കോർ വയർ റസ്റ്റ് പിടിക്കുന്നു, തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരാം. ഓക്കെ, ബേക്കിംഗ് ഓഫ് ഇലക്ട്രോഡ് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കണം. 110 തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. 110 തൊട്ട് 150, കാരണം വാല്യൂസ് നമ്മുടെ നിമി അല്ലെങ്കിൽ നിമി ബേസ്ഡ് എക്സാമിനേഷൻസിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണല്ലോ? ഓക്കെ, കാരണം ഹൈഡ്രജൻ ഇതിലേക്ക് കയറരുത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ കോഷൻ ആയിട്ട് പറയുന്നത്, ഡു നോട്ട് ബേക്ക് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വിത്തൗട്ട് ഫോളോയിങ് ദ മാനുഫാക്ചേഴ്സ് ഡ്രൈവിംഗ് പ്രൊസീജിയർ അല്ലേ? അത് നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യുക, കാരണം മോയ്സ്ചർ അഫക്റ്റഡ് ഇലക്ട്രോഡ് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ വരാം. വൈറ്റ് പൗഡർ ഓൺ ഫ്ലക്സ് കോട്ടിംഗ്, വെൽഡ് അപ്പിയർസ് പോറസ് ആൻഡ് ക്രാക്ക്. ഇത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ ഡിഫിക്കൽറ്റി ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാം. സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസ് എബോവ് ആംബിയന്റ് ടു പ്രിവെന്റ് കണ്ടൻസേഷൻ. സ്റ്റോറേജ് കണ്ടീഷൻ ഡ്രൈ ആൻഡ് അൺവെന്റിലേറ്റഡ് സ്റ്റോർ ആയിരിക്കണം. ബേക്കിംഗ് ടെമ്പറേച്ചർ 110 തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസ് വരെ. ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 1 അവർ. പർപ്പസ് എന്താണ്, റിമൂവ് മോയ്സ്ചർ ആൻഡ് ഹൈഡ്രജൻ. ഇൻഡിക്കേഷൻ ഓഫ് മോയ്സ്ചർ എന്താണ്, വൈറ്റ് ലെയർസ് പാറ്റേൺ ആൻഡ് ക്രാക്കിംഗ്. പ്രിക്വേഷൻ എന്താണ്, നെവർ ഓവർ ഹീറ്റ് ഓർ റീബേക്ക് അൺനെസസറിലി. ഓക്കെ, ക്ലിയർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫ്ലക്സ് കവേർഡ് ഇലക്ട്രോഡ് ഇൻ വെൽഡിംഗ്? വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫ്ലക്സ് കവേർഡ് ഇലക്ട്രോഡ് ഇൻ എ വെൽഡിംഗ്? എന്തൊരു ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ട് ആൻസർ ചെയ്യുക. ഒന്നുമില്ല അല്ലെ? പ്രൊട്ടക്ട് ദ വെൽഡ് ഫ്രം ഓക്സിഡേഷൻ ആൻഡ് പ്രൊവൈഡ്
ഫില്ലർ മെറ്റൽ എന്നുള്ളതാണ് കൃത്യമായ ആൻസർ അല്ലേ. വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫ്ലെക്സ് കോട്ട് ഇലക്ട്രോഡ് ഇൻ വെൽഡിംഗ് എന്ന് ചോദിച്ചിട്ടുള്ളൂ. വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. കാരണം എന്താ പറയാ, ഫ്ലെക്സ് എന്തിനാ കൊടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ ചെയ്യാം. നെക്സ്റ്റ്, വിച്ച് മെത്തേഡ് ഓഫ് ഫ്ലെക്സ് കോട്ടിംഗ് ensure a uniform and concentric coating on the electrode. നമ്മൾ തുടക്കത്തിൽ തന്നെ രണ്ട് മെത്തേഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 ഏതാണ്? യൂണിഫോം ആൻഡ് കോൺസെൻട്രിക് കോട്ടിംഗ് തരുന്നത് എപ്പോഴും എക്സ്ട്രൂഷൻ മെത്തേഡ് ആയിരിക്കും. യാതൊരു സംശയങ്ങളും നമുക്ക് അവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3, what is the coating factor of a super heavy coated electrode? സൂപ്പർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ്. കാരണം കോട്ടിംഗ് ഫാക്ടർ എന്താണെന്ന് അറിയാം, പല വാല്യൂസ് അറിയാം. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സൂപ്പർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എബോവ് 2.2 വിൽ ബി ദ റൈറ്റ് ആൻസർ. കൃത്യമായി ഈ ചാർട്ട് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പൈപ്പ് വെൽഡിംഗ്? റൂട്ട് പാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. റൂട്ട് പാസ് പൈപ്പ് വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ കീവേഡ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏതായിരിക്കും? റൂട്ടിൽ, സെല്ലുലോസിക്, അയൺ പൗഡർ, ബേസിക് ഇലക്ട്രോഡ്. മെയിൻലി യൂസ്ഡ് ഫോർ പൈപ്പ് വെൽഡിംഗ്. ഏതായിരിക്കും? ക്വസ്റ്റ്യൻ നമ്പർ 4, സെല്ലുലോസിക് ഇലക്ട്രോഡ് അല്ലേ? Cellulosic electrode E6010 are used for pipe welding due to their high hydrogen content and ability to penetrate deeply for root passes. Okay. Next, very important question. What is the main material used in the coating of cellulosic electrodes? Question number 5. Question number 5. സി അല്ലേ? കാരണം വുഡ് പൾപ്പ് ആൻഡ് ഫ്ലോർ. എന്നാൽ അടുത്തൊന്ന് ആൻസർ ചെയ്തേ. റൂട്ടിൽ ഇലക്ട്രോഡ്സ് ആർ പ്രൈമറിലി കോട്ടഡ് വിത്ത് വിച്ച് മെറ്റീരിയൽ? ടൈറ്റാനിയം ഡൈഓക്സൈഡ്, സെല്ലുലോസ്, അയൺ പൗഡർ, കാൽസ്യം കാർബണേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഫോർ യു. ടൈറ്റാനിയം ഡൈഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 7 പിടിച്ചോ. ഓക്കെ, which of the following statement is true about the dipping method of flux coating? It provides uniform coating. It is the most popular method. It results in non-uniform melting. It requires extrusion process. Simple. Question number 7. It results നോൺ യൂണിഫോം മെൽറ്റിംഗ് അല്ലെ? നോൺ യൂണിഫോം, കാരണം ഡിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്ര പോപ്പുലർ അല്ല, നമുക്ക് അത്ര റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും അല്ല. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അലോയിങ് സബ്സ്റ്റൻസസ് ഇൻ ഫ്ലക്സ് കോട്ടിംഗ്? പല ടൈപ്പ് ഓഫ് അലോയിങ് സബ്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശശുദ്ധി? കോമൺ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം 7ാമത്തെ 8ാമത്തെ 9ാമത്തെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ക്യൂരിയോസിറ്റി കിട്ടും അല്ലെ? കാണുന്ന എനിക്കും. ഓക്കെ, ഏതായാലും ടു കോമ്പൻസേറ്റ് ഫോർ ബേണിംഗ് ഓഫ് മെറ്റൽസ് ലൈക്ക് മാംഗനീസ് ആൻഡ് സിലിക്കൺ. അപ്പം മാംഗനീസ് ഉണ്ട്, സിലിക്കൺ ഉണ്ട്, അതുപോലെ തന്നെ ഫെറോ ടൈറ്റാനിയം ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് അലോയ് സബ്സ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യാം. ഓരോന്നിന്റെ ഉദ്ദേശശുദ്ധി മാറുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോമ്പൻസേറ്റ് ദ ബേണിംഗ് ഓഫ് മെറ്റൽസ് ലൈക്ക് മാംഗനീസ് ആൻഡ് സിലിക്കൺ എന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ആസ് ദ ആർക്ക് സ്റ്റെബിലൈസിംഗ് സബ്സ്റ്റൻസ് ഇൻ വെൽഡിംഗ് ഇലക്ട്രോഡ്? അപ്പോൾ ആർക്ക് സ്റ്റെബിലൈസിംഗ് സബ്സ്റ്റൻസ് എന്താണ് എന്ന് അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ക്ലേ ആൻഡ് ലൈംസ്റ്റോൺ, ചോക്ക് ആൻഡ് മാർബിൾ, അയൺ ഓക്സൈഡ് ആൻഡ് മാഗ്നറ്റൈറ്റ്, വുഡ് ഫ്ലോർ ആൻഡ് സെല്ലുലോസ്. Which of the following act as an arc stabilizing substance? Arc stabilizing substance. ഏതൊക്കെയായിരിക്കും ആർക്ക് സ്റ്റെബിലൈസിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ചോക്ക് ആൻഡ് മാർബിൾ അല്ലെ? ചോക്ക് ആൻഡ് മാർബിൾ. വെരി ഗുഡ്. ഷിജു, സുധീഷ്, വിഷ്ണു, ഓക്കെ, അശ്വിൻ, നിതിൻ നന്ദൻ, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യും. ചോക്ക് ആൻഡ്. ഓക്കെ, നെക്സ്റ്റ്. Which substance form a protective layer over the molten metal to prevent oxidation and nitrogen absorption
deoxidizers, gas forming substances, slag forming substances, binding substances. നമ്മൾ ഓർത്തിരിക്കുക, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കണം, അതിന് ആരായിരിക്കും സഹായിക്കുക? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കണം, അതിന് ആരായിരിക്കും സഹായിക്കുക? ഓഫ് കോഴ്സ് സ്ലാഗ് ഫോമിംഗ് സബ്സ്റ്റൻസുകളായിരിക്കും അതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫ്ലക്സിംഗ് ഓർ ക്ലീനിങ് സബ്സ്റ്റൻസസ് in welding electrodes? To form gases that protect the molten metal, to remove oxides and control the fluidity of molten metal, to bind the coating to the core wire, to replace the burn alloying elements. Question number 11, B. There, question number 11, B will be the. Okay. Next question, which of the following helps in forming gases that shield arc and burn? Simple. Deoxidizers, gas forming substances, binding substances, alloying substances. എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസ് ഫോമിംഗ് സബ്സ്റ്റൻസുകളാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് കോട്ടിംഗ് ഈസ് യൂസ്ഡ് ഓൺലി വിത്ത് DC റിവേഴ്സ് പൊളാരിറ്റി ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ്സ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് കുത്തുന്നവർക്ക് തെറ്റിപ്പോ. നന്നായിട്ട് അറിഞ്ഞു മാത്രം. ടൈറ്റാനിയം കോട്ടിംഗ്, ലൈം കോട്ടിംഗ്, സെല്ലുലോസ് കോട്ടിംഗ്, റൂട്ടിൽ കോട്ടിംഗ്. കാരണം SS-ഉമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓൺലി വിത്ത് DC റിവേഴ്സ് പൊളാരിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൺലി വിത്ത് DC റിവേഴ്സ് പൊളാരിറ്റി. കാരണം അവിടെ അങ്ങനെ പറയാൻ കാരണം AC ഓർ DC വിത്ത് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? AC ഓർ DC വിത്ത് റിവേഴ്സ് ആരായിരുന്നു? സപ്പോസ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AC or DC വിത്ത് റിവേഴ്സ് ആയിരുന്നുവെങ്കിൽ ഇൻ ദ കേസ് ഓഫ് SS what will be the answer? Titanium will be the answer. Okay, very good. Okay, lime coating. അപ്പോൾ ടൈറ്റാനിയം കോട്ടഡ് ഇലക്ട്രോഡ് can be used in AC and DC reverse polarity. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം എയ്തർ ഈ പറയുന്ന ലൈൻ കോട്ടിങ്ങോ അല്ലെങ്കിൽ ടൈറ്റാനിയം കോട്ടിങ്ങോ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. നെക്സ്റ്റ്, which current adjustment is recommended while welding with the stainless steel electrode compared to mild steel electrodes? 10 to 15% higher current, 20 to 30% lower current, same current, 20 to 30% higher current. Which current adjustment is recommended while welding with the stainless steel electrode compared to mild steel electrode? Mild steel electrode-മായി കമ്പയർ ചെയ്യുന്ന സമയത്ത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിലെ കറന്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എങ്ങനെ കൊടുത്തിരിക്കണം? 10 to 15 ഹയർ കൊടുക്കണോ, ഒരു 20 to 30 കുറവ് കൊടുക്കണോ, അത് 20 to 30 കൂടുതൽ കൊടുക്കണോ? ഇത് വരും. ക്വസ്റ്റ്യൻ നമ്പർ 14, 14ാമത്തെ ചോദ്യം. എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. 20 to 30% ലോവർ കറന്റ്. ഡോണ്ട് കൺഫ്യൂസ്. ഓക്കെ, സുധീഷേ എന്താണ് ആൻസർ ചെയ്യാൻ ഒരുപടി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the IS 814/1991 coding system, what does the prefix letter E indicate electrode classification? Electrode used for gas welding, extruded coated electrode for manual metal arc welding, electrode with the titanium coating, electrode used for TIG welding. Gas welding, ഗ്യാസ് വെൽഡിങ്ങിനാണോ നമ്മൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്? എന്നാലോചിച്ച് ആൻസർ ചെയ്തേ. കാരണം നമ്മൾ നോർമലി കോമൺ ആയിട്ട് മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളൂ. കാരണം ഗ്യാസ് വെൽഡിംഗ് നമ്മൾ കാര്യം പറയുന്നില്ല. ഓക്കെ, in electrode classification, which digit represents the welding position in which the electrode may be used? In electrode classification, which digit represent the welding position in which the electrode may be used? First digit, second digit, third digit, fourth digit. അപ്പോൾ നോർമലി നമ്മൾ IS കോഡ് നോക്കിയാൽ മതി കേട്ടോ.
ഇഫ് ഇറ്റ്സ് നോട്ട് സ്പെസിഫൈഡ് ഏത് വരും? തേർഡ് ഡിജിറ്റ്. ഓക്കെ, ക്ലിയർ? കാരണം IS 81499 പ്രകാരമാണ് തേർഡ് ഡിജിറ്റ് വരുന്നത്. നെക്സ്റ്റ്, what does the first digit in the electrocoding system indicate as per IS 814? Type of covering, ultimate end strength of the welded metal, current condition, welding position. എന്താണ് ഫസ്റ്റ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഡിജിറ്റ്, നോട്ട് ലെറ്റർ, ഫസ്റ്റ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അല്ലേ? ഓക്കെ, കാരണം 4ഉം 5ഉം നമ്മൾ പഠിച്ചത് അവിടെയായിരുന്നു. അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ, ഇൻ ഇലക്ട്രോഡ് ക്ലാസിഫിക്കേഷൻ ഡിസിനേറ്റ് ലെറ്റർ 4 റെപ്രസെന്റ് ചെയ്യുന്ന അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണ്? 310 to 410, 410 to 510, 510 to 610, 610 to 710. 410 to 510 ആണ് ഡിജിറ്റ് 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡിജിറ്റ് 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 510 to 610 വരെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, what is the minimum yield strength of corresponding to the designated digit 5 in the electrode coding system? What is the minimum yield strength corresponding to the designating digit 5 in the electrode coding system? 330 Newton per mm square, 340 Newton per mm square, 350 Newton per mm square, 360 Newton per mm square. നമ്മൾ രണ്ട് വാല്യൂ പഠിച്ചല്ലേ? 330ഉം 360 yield strengthൽ. This is related to 4, this is related to 5. ഇവിടെ ആയിരുന്നു നമ്മൾ 510 വരെ, ഇവിടെ നമുക്ക് 610 വരെ അല്ലേ? ക്ലിയർ? ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, അതിനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ നോക്ക്, ഇപ്പൊ 4 അല്ലെ? 4 1 0 4 4 5 1 0. ഓക്കെ, ക്ലിയർ? ഇനി ഇവിടെ എത്രയാണ് വരുന്നത്? 510 തൊട്ട് 610 അല്ലെ? 510 തൊട്ട് 610 5. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട് D6. അപ്പൊ 330 360 എന്നല്ലേ? 360. ക്ലിയർ? എങ്ങനെയെങ്കിലും നിങ്ങൾ അത് ഓർത്ത് വെക്കുക, എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, 4 410 5 510. ഇതെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇൻ AWS electrode codification, what is the first 2 digit indicate? First 2 digit. AWSലെ first 2 digit എന്താണ് മീൻ ചെയ്യുന്നത്? വെൽഡിംഗ് പൊസിഷൻ, ടൈപ്പ് ഓഫ് ഫ്ലക്സ് കോട്ടിംഗ്, മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് മെറ്റൽ, മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് മെറ്റൽ. ഫസ്റ്റ് 2 ഡിജിറ്റ് എന്താണ് മീൻ ചെയ്യുന്നത്? അടി ജോയില അടി. ഞാൻ പറഞ്ഞു നമുക്കവിടെ മാറി പോകരുത് എന്നുള്ളത് അല്ലെ? AWS ഇലക്ട്രോഡ് കോഡിഫിക്കേഷനിൽ ഫസ്റ്റ് 2 ഡിജിറ്റ് മിനിമം ആയിരുന്നോ മാക്സിമം ആയിരുന്നോ? മിനിമം ഓർ മാക്സിമം? ഡോണ്ട് കൺഫ്യൂസ്, ഇറ്റ്സ് മിനിമം. ഓക്കെ, ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അഷിക് ശ്രദ്ധിക്കേട്ടോ. ആഷിക്ക്, ജോയൽ, കുറച്ച് പേർക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്, കുഴപ്പമില്ല, അതൊന്നും ശ്രദ്ധിക്കുക. കാരണം മിനിമം ആണ് അവിടെ. കാരണം മിനിമം മാക്സിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണെന്ന് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് മെറ്റൽ. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കാരണം അവിടെ വേറെ ഓരോന്ന് പഠിക്കൽ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഓരോന്ന് എന്താണെന്ന് കൃത്യമായി തന്നെ പഠിച്ചേ പറ്റൂ. നെക്സ്റ്റ്, what does the last digit in AWS electrode coding represent? Type of electrode, type of flux coating used, welding position, electrode dia. ലാസ്റ്റ് ഡിജിറ്റ് ആണ് കേട്ടോ, ലാസ്റ്റ് ഡിജിറ്റ്. അപ്പൊ ഒരു H ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആൻസർ ചെയ്യരുത്. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ്.
ഏതാണ്? ടൈപ്പ് ഓഫ് ഫ്ലെക്സ് കോട്ടിംഗ് യൂസ്ഡ് ആണ്. കാരണം ഏത് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നുള്ളതാണ് അവിടെ. What is the recommended temperature range for drying moisture affected electrode before use? 60 to 90 ഡിഗ്രി സെൽഷ്യസ്, 110 തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസ്, 110 തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസ്, 160 തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 22. 110 തൊട്ട് 150 ഡിഗ്രി സെൽഷ്യസ് will be the right. Okay, very good. Next one. Which of the following is a visible sign of a moisture affected electrode? Smooth coating, shiny surface, white powdery coating, blue tint on metal. Which of the following is a visible sign of a moisture affected electrode? Visible sign of a moisture affected electrode. ഏതാണ്? White powdery coating. White powdery. Okay. Next. Why should electron not be placed directly on the floor during storage? Simple, right? To avoid most absorption from the air. Next. What welding defect can occur due to the moisture in electrode covering? Undercutting, porosity and cracking in the weld, excessive penetration, lack of fusion. Simple. Question number 25. Answer B will be the right answer. Okay, അപ്പോൾ നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു. എത്ര മാർക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി? ഔട്ട് ഓഫ് 25 ഒരു 23, 24 വരെ കുഴപ്പമില്ല. 23ക്ക് താഴെയാണെങ്കിൽ, അതായത് 3 ക്വസ്റ്റ്യന് മേലെ കൊണ്ട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ക്ലാസ് റിവൈസ് ചെയ്യുക, നോട്ട് നന്നായി ഒന്നുകൂടെ വായിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, എല്ലാവരും പ്രിന്റ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ക്ലാസ് കാണാൻ നന്നായി വായിക്കുക. കാരണം ക്ലാസ് കാണുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാത്ത കുറെ പോയിന്റുകൾ കവർ ആവാം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ മറിച്ച് വിട്ടുപോകും. ഓക്കെ, കാരണം ഒരേ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എത്രത്തോളം കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം തീരുമാനിക്കുക. ഒരേ ടെക്സ്റ്റ് ബുക്കാണ് എല്ലാവരും പഠിക്കുന്നത്, ഒരേ സിലബസ് ആണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ്, അപ്പോൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഗുണം കിട്ടും. നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്, എവിടെയാണ് നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഒരു അവയർനെസ് കിട്ടും. ഓക്കെ, അത്യാവശ്യം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ അല്ലെ? അത്യാവശ്യം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ, പരമാവധി ക്ലാസ് കണ്ടു തന്നെ. ഓക്കെ, കുഴപ്പമില്ല. ക്ലാസ് കണ്ട ശേഷം മാത്രം, അല്ലെങ്കിൽ നന്നായി വായിച്ചതിന് ശേഷം മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കണം ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് സംഭവിക്കാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴേക്കും നമുക്ക് ലെഫ്റ്റ് അടിച്ച് പോകാൻ തോന്നും, പിന്നെ കാണാമെന്ന് വിചാരിക്കും, പിന്നെ പോവും, പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടി പിടിക്കും. അപ്പൊ ഒരു കുറച്ച് ദിവസമുള്ളൂ, മടിയൊക്കെ മാറ്റി വെക്കുക. ഫുള്ളി മോട്ടിവേഷൻ, നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനിയുള്ള ദിവസം ഒരു കാരണവശാലും യാതൊരു ഉഴപ്പിനും ഇടവരുത്താതിരിക്കുക. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അതായത് നമുക്കിനി ഇതില് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമേ പെൻഡിങ് ഉണ്ടാവുള്ളൂ. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത മോഡ്യൂള് GMAW TIG. അപ്പോൾ ആദ്യം നമുക്ക് GMAW തന്നെ സ്റ്റാർട്ട് ചെയ്യാം, പെട്ടെന്ന് തന്നെ തീരും. ഇനിയുള്ള മോഡ്യൂൾസ് ഒക്കെ പടപടയെ തീരുന്ന മോഡ്യൂൾസാണ്, കുഴപ്പമുള്ള കാര്യം. പാരലി റെക്കോർഡ് ക്ലാസ്സും കണ്ടുവരും. പിന്നെ അതില് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സീരീസിന്റെ PDF അതിലിട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, പരമാവധി വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കണേ. കാരണം നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കവർ ചെയ്യുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് കുറെ പോയിന്റ്സ് നമ്മൾ കവർ അപ്പ് ആയിരുന്നു. ഇനി അഥവാ ഇപ്പൊ കുറച്ചായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ഇനി അഥവാ ബിരിയാണി കൊടുത്തോലോ എന്ന രീതിയിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ
അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ടാണ് അതുകൊണ്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ ആയതുകൊണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ മെല്ലെ വൈൻഡപ്പ് ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. അതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.